ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റാം, പിന്നെ എഞ്ചിൻ സൈഡിൽ നിന്ന് ഒരു ഓയിൽ ലീക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്ക്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമേ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, പുതിയ ലൈനറാണ്. അപ്പോൾ ഒന്ന് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതിയാവും. പിന്നെ അതേപോലെ ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറായാലും ഏകദേശം നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഏകദേശം നമുക്ക് ഒരു 50% കൂടുതൽ തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഹബിൻ്റെ ഭാഗത്തിന് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ കുറച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് CVT ക്ലച്ചാണ്, നമ്മൾ മാനുവലായിട്ട് അയച്ച് ഗ്രീസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് അത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജനറൽ സർവീസിൽ ഉൾപ്പെടുത്തി നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം കൂടി അഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, പെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, ക്ലച്ച് യൂണിറ്റൊക്കെ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ബെൽറ്റ് നോക്കുമ്പോൾ ബെൽറ്റ് പുതിയ ബെൽറ്റാണ്, പക്ഷേ കമ്പനി ബെൽറ്റ് അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് നമുക്ക് കിടക്കണേ. വേറെ ഡാമേജ് കാര്യങ്ങളൊന്നും നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥയിലില്ല. അപ്പോൾ നമുക്ക് ക്ലച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ എഞ്ചിൻ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ട് സൈഡിൽ പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട്. ഒന്ന് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഹെഡ് കവർ ഗ്യാസ്കറ്റ് ലീക്ക് ആയിട്ടുണ്ട്. ഹെഡ് കവർ ഗ്യാസ്കറ്റിൻ്റെ കേസ് നമുക്ക് നിലവിൽ ഹെഡ് കവർ ഗ്യാസ്കറ്റ് അഴിച്ച് മാറ്റി മൗണ്ട് റോബർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. പിന്നെ രണ്ടാമത്തെ ലീക്ക് ഇച്ചിരി കോംപ്ലിക്കേഷനാണ്. കാരണം എന്ന് വെച്ചാൽ അത് വണ്ടിയുടെ റൈറ്റ് സൈഡിലാണ്, എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഓയിൽ ലീക്കാണ്. അത് ശരിക്കും ഈ സൈഡിലേക്ക് വരുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലാണ് പോയേക്കണേ. ഇതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഓയിൽ സീൽ നമുക്ക് എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് വേണം അടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഓയിൽ സീൽ മാറ്റുന്നതിന് മാത്രമായിട്ട് നമ്മൾ എഞ്ചിനേക്കിൽ പോസിബിൾ അല്ല. തൽക്കാലം നമ്മളിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് പുറമേ നിന്ന് ഒരു ഓയിൽ സീൽ സെപ്പറേറ്റ് ഒരെണ്ണം അടിച്ചു കൊടുക്കാം. അതാണ് നമുക്കതൊന്ന് ചെയ്യാൻ പറ്റുക. പക്ഷേ 100% നമുക്കൊരു സക്സസ് എന്ന് പറയാൻ പറ്റില്ല. കംപ്ലയിൻറ്റ്സ് സാധാരണ ഇതിൽ അങ്ങനെ ചെയ്താലും വരാറുണ്ട്. അപ്പോൾ പരമാവധി ഉപയോഗിക്കുക. ഒരു രക്ഷയില്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ സീൽ അടിച്ചാലാണ് 100% നമുക്കതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നാലും മാക്സിമം നമുക്കൊരു പരിധി വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. പുതിയ ഫിൽറ്റർ കിടക്കണേ, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ പ്ലഗ് കിടക്കണേ, അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുത്താൽ മതി. കാർബേറ്ററിൻ്റെ ഭാഗത്ത് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല. മിസ്സിങ്, ഓവർഫ്ലോ, സ്റ്റാർട്ടിംഗ് കംപ്ലയിൻറ്റ്, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാർബേറ്റർ അഴിക്കുന്നില്ല. ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല. നമ്മൾ അത് അഴിച്ചാൽ നമുക്ക് ഏകദേശം ഒരു 500 കിട്ടുമ്പോൾ നമുക്ക് ചിലവുള്ള കേസം. പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അഴിക്കുന്നില്ല കേട്ടോ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ നോക്കുന്നുണ്ട്. ബാറ്ററി നമുക്കൊരു ആക്സസ് പറഞ്ഞ ബാറ്ററിക്കാണ് നമുക്ക് ഇരിക്കണേ. ഞാൻ എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.70 റേഞ്ച് കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 8.5, 8.5 വോൾട്ടിൽ താഴേക്ക് പോയ കംപ്ലയിൻ്റ് ആയിട്ട് വരും സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിൻ്റെ ബോർഡർ ലൈനിൻ്റെ താഴെയാണ്, അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം. പിന്നെ ഫ്രണ്ട് ബുഷ് സെറ്റുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നുണ്ട്. വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറിൻ്റെ ഭാഗമൊക്കെ വയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തരാം. വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടേക്കാം.